ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവർക്കും ഇതൊരു അടിപൊളി വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം. അങ്ങനെ നമ്മുടെ മനുവിനോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കുക മേനോൻ. എന്തായാലും ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ നിന്നോട് പിന്നെ പറയാം മോനെ. നാളെ നമുക്ക് അവിടം വരെ ഒന്ന് പോകണം. എവിടം വരെ മുത്തശ്ശ? ഇപ്പോൾ വന്നില്ലേ അവരുടെ ആ ഒരു സ്നേഹാലയം വരെ. അവർ സ്നേഹാലയം നടത്തുന്നുണ്ടെന്ന് അവരെന്നോട് പറഞ്ഞായിരുന്നു. ആ സ്ഥലം മുത്തശ്ശനറിയോ? അതെ, സ്നേഹനികേതനം എന്നാ പേര്. അവിടെ നല്ല അന്തരീക്ഷമാണ്. കുറേ അന്തേവാസികളുണ്ടായിരുന്നു. അവർക്കൊക്കെ ഞാൻ മാസം നല്ലൊരു തുക കൊടുത്തുകൊണ്ടിരുന്നതാണ്. എന്നിട്ട് ഇപ്പം മുത്തശ്ശൻ കൊടുക്കാറില്ലേ? ഇല്ല, ഒരു 5-6 വർഷമായിട്ട് ഞാൻ അതൊന്നും കൊടുക്കാറില്ല. എന്തായാലും അവരിപ്പോൾ ഭയങ്കര കഷ്ടത്തിലാണ്. നാളെ നമുക്ക് നേരിട്ട് പോയി പൈസ കൊടുക്കാം മോനെ. മുത്തശ്ശൻ്റെ കയ്യിൽ അത്രയും പൈസയൊക്കെ ഉണ്ടോ? ഇല്ല മോനെ. ഇല്ലെങ്കിൽ മോൻ എനിക്ക് വേണ്ടി വന്ന മോനൊന്ന് സഹായിക്കുമോ? അതിനെന്താ മുത്തശ്ശ, ഞാൻ തരാം. അല്ല മുത്തശ്ശ, ഇവിടെ നിന്ന് അയച്ചു വിട്ടാൽ പോരെ? അത് വേണ്ട, നമുക്ക് നേരിട്ട് കൊണ്ടുപോയി കൊടുക്കണം. മുത്തശ്ശൻ അത്രയും ദൂരം യാത്ര ചെയ്യോ? അതിനെന്താ, കുഴപ്പമൊന്നുമില്ല. നീ കാറ് ഡ്രൈവ് ചെയ്താൽ മതി. എന്നാൽ ശരി. പിന്നെ നമ്മൾ പോകുന്ന കാര്യം ഇവിടെയുള്ളവരൊന്നും അറിയണ്ട. ശരി മുത്തശ്ശ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മനു വാക്ക് കൊടുക്കുക. ഈ സമയം മനു അങ്ങ് പോയി. പിന്നീട് കാണിക്കുന്നത് ആനിയാണ്. ആനി മുറ്റത്തേക്ക് എത്തി നോക്കിക്കൊണ്ട് നിൽക്കുക. എന്താ ആനി നോക്കുന്നേ? അല്ല, അവിടെ ഒരു ഓട്ടോറിക്ഷയുടെ വെളിച്ചം പോലെ തോന്നി. എന്നിട്ട് ഓട്ടോറിക്ഷ കാണുന്നില്ലല്ലോ ആനി. അപ്പോഴേക്കും ഓട്ടോ വന്നു. അതിൽ നിന്നും നമ്മുടെ മമ്മി ഇറങ്ങിയതും ആകെ ടെൻഷൻ അടിച്ച് അലീനയും ആനയും കൂടെ അങ്ങോട്ട് ചെല്ലുക. അപ്പോൾ മമ്മി ഇറങ്ങിയപ്പോൾ മമ്മി ആകെ ക്ഷീണിച്ചു പോയല്ലോ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ അലീന താങ്ങി പിടിക്കുക. അപ്പോഴേക്കും ഓട്ടോക്കാരന് പൈസ കൊടുക്കുക. അതൊന്നും വേണ്ടമ്മേ. അതെന്താ മോനെ? കാശ് മേടിക്ക് രാജു. വേണ്ടമ്മേ, കാശൊന്നും വേണ്ട. അമ്മ വിളിച്ചാൽ മതി എന്നെ, ഞാൻ എപ്പോൾ വേണേലും വരാം. അയ്യോ മോനെ, അങ്ങനെ പറയരുത്. ഇത്രയും നേരം വന്നിട്ട്, അതും രാത്രി, കാശ് വാങ്ങാതെ പോകരുത്. സാരല്ലമ്മേ, ഇതെൻ്റെ കടമയല്ലേ. ഞാൻ ഇവിടെ നിന്ന് ഒരുപാട് കാശ് വാങ്ങിയിട്ടുണ്ട്, ഒരുപാട് ഭക്ഷണവും കഴിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ളപ്പോൾ എനിക്കിവിടെ നിന്ന് കാശ് വാങ്ങാൻ പറ്റുമോ? എന്നാ വരട്ടെ. ശരി എന്നും പറഞ്ഞുകൊണ്ട് ഓട്ടോയിൽ കയറി. രാജു പറയുക, അതെ, കാശ് മേടിച്ചില്ല എന്ന് കരുതി വിളിക്കാതിരിക്കരുത് കേട്ടോ. എപ്പോൾ ഓട്ടോ ഉണ്ടെങ്കിലും എന്നെ വിളിക്കണേ എന്നും പറഞ്ഞുകൊണ്ട് അയാളങ്ങ് പോയി. അയാൾ പോയി കഴിഞ്ഞതും മമ്മിയെ താങ്ങി പിടിച്ച് അലീനയും ആനയും കൂടെ അകത്തേക്ക് കൊണ്ടുപോവുക. ഡോറിനടുത്തേക്ക് മമ്മി ആകെ തളർന്ന് ക്ഷീണിച്ചങ്ങ് വീണു. അപ്പോഴേക്കും അലീനയും ആനയും കൂടെ താങ്ങി പിടിച്ചു. എന്താ മമ്മി ഇത്? മമ്മിയോട് പോകണ്ടെന്ന് പറഞ്ഞല്ലേ? എന്നിട്ടും മമ്മി പോയി. ഇപ്പം നോക്ക്, നല്ല ക്ഷീണമുണ്ട്. മമ്മി എങ്ങോട്ടാ പോയത്? പാല വരെ പോയതാ മോളെ. പാലയ്ക്കോ? എന്തിനാ അത്രയും ദൂരം പോയത്? അത് പിന്നെ ഒരാവശ്യം ഉണ്ടായിരുന്നു, എല്ലാവരെയും കര ചേർക്കണ്ടേ എന്നും പറയാ. പാല വരെ മമ്മി എങ്ങനെയാണ് പോയത്? കോട്ടയം വരെ ട്രെയിനിന്, അവിടെ നിന്നും ബസ്സിന്. അതുകൊണ്ടാണ് മമ്മി ഇത്രയ്ക്ക് തളർന്നത്. മമ്മി ആരെങ്കിലും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ മമ്മിക്ക് ഇത്രയും തളർച്ച ഉണ്ടാവില്ലായിരുന്നു. എന്താ മമ്മി ഇതൊക്കെ? നിങ്ങളെയൊക്കെ ഒരു കരയെത്തിക്കാൻ ഇനി എത്രത്തോളം ഓടാൻ പറ്റുമോ അത്രത്തോളം ഞാൻ ഓടും എന്നും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ചിന്നുമോള് വരിക. മമ്മി, വാ മോളെ. മമ്മി എവിടെ പോയതാ? മമ്മിയെ ഒരു സ്ഥലം വരെ പോയതാ. എന്തിനാ മമ്മി? രാവിലെ മുതൽ ചിന്നുമോൾ അന്വേഷിച്ചു, മമ്മിയെ കണ്ടില്ലല്ലോ. അതേ, മമ്മി മോക്ക് ഒരു സ്ഥലം കണ്ടെത്താൻ പോയതാ. എന്ത് സ്ഥലമാണ് മമ്മി? അതൊക്കെ മമ്മി പറയാട്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു ഉമ്മ കൊടുക്കുക. അപ്പോഴേക്കും നമ്മുടെ അലീന ചോദിക്കുക, ഇവളെയും മാറ്റി താമസിപ്പിക്കാൻ പോവുകയാണോ മമ്മി? അതെ മോളെ, എന്ത് ചെയ്യാനാ? മമ്മിക്ക് ആരോഗ്യമില്ല. മമ്മിയുടെ അവസ്ഥ കണ്ടില്ലേ? ഞാൻ ജീവനോടെ ഇരിക്കുമ്പോൾ നിങ്ങൾക്കൊന്നും ഒരു കുഴപ്പവും ഉണ്ടാവില്ല, അതിന് ഞാൻ ഗ്യാരണ്ടി. എന്നാൽ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഞാൻ ഉറക്കം ഉണർന്നില്ലെങ്കിലോ? നിങ്ങളൊക്കെ അനാഥരായി പോകില്ലേ? അതിനു വേണ്ടിയാ ഞാനിപ്പോഴേ ഒരു തീരുമാനം എടുക്കുന്നത്. ചിന്നുമോളുടെ കാര്യത്തിൽ ഒരു തീരുമാനം എടുത്തില്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യും? എന്നാലും മമ്മി, അവളെ വിട്ടിട്ട് ഞങ്ങൾക്ക് പോകാൻ പറ്റുമോ മമ്മി? അങ്ങനെയൊന്നും പറയണ്ട മോളെ. എന്തായാലും എല്ലാവരും പോകണം. എല്ലാവർക്കും ഞാൻ ഓരോരോ സ്ഥലങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. എന്തായാലും മോള് സമാധാനമായിട്ടിരിക്കും. നിങ്ങളെ ലാസ്റ്റ് ഞാൻ പറഞ്ഞു വിടൂ എന്നും പറഞ്ഞുകൊണ്ട് മമ്മി ഇങ്ങനെ ഇരിക്കുക. മമ്മി ഇങ്ങനെയൊന്നും പറയല്ലേ മമ്മി, ഞങ്ങൾക്കത് സഹിക്കാൻ പറ്റുന്നില്ല മമ്മി. നിങ്ങളെല്ലാവരും ഞങ്ങളുടെ കൂടെ വേണം മമ്മി. ഇവിടെയുള്ളവർ മുഴുവനും ഞങ്ങളുടെ കൂടെ വേണം മമ്മി. ഇത്രയും നാളും ഞങ്ങളുടെ അമ്മയും അച്ഛനും ഒക്കെ മമ്മിയാണ്. അങ്ങനെയുള്ളപ്പോൾ മമ്മിയെ വിട്ടേച്ച് പോകാൻ ഞങ്ങൾക്ക് കഴിയില്ല. മോളെ അങ്ങനെ പറയരുത്. ഈ മമ്മിയോട് കുറച്ചെങ്കിലും സ്നേഹം ഉണ്ടെങ്കിൽ മമ്മി പറയണത് അനുസരിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ പ്രജിതാമ്മ അവരെയൊക്കെ ചേർത്ത് പിടിക്കുക. ഈ സമയം നേരം വെളുത്തതും വണ്ടിയിൽ ഒരാളെത്തി. അതെ, പ്രജിതാമ്മ അകത്തുണ്ട്, ഇത്തിരി ക്ഷീണമുണ്ട്, അകത്തേക്ക് വരൂ എന്നും പറഞ്ഞുകൊണ്ട് അയാൾ അകത്തേക്ക് വിളിച്ചുകൊണ്ട് പോവുക. പ്രജിതാമ്മേ, ഞാൻ വന്നു, നിങ്ങൾ വിളിച്ചിട്ടാ വന്നത്. മനസ്സിലായി, ഇരിക്കൂ. നിങ്ങളുടെ നല്ല മനസ്സിന് എത്ര നന്ദി പറഞ്ഞാലും മതിയാകില്ല. എനിക്ക് ഇത് കൊണ്ട് നടത്താവുന്നതേ ഉള്ളൂ.
പക്ഷേ ദൈവം എനിക്ക് ആയുസ് തന്നില്ല. വളരെ 3 ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് അതിനു മുമ്പ് കാര്യങ്ങൾക്കെല്ലാം ഒരു തീരുമാനം ഉണ്ടാക്കണം. വേറെ വഴിയില്ലാത്തതുകൊണ്ടാണ്. എന്നോട് ക്ഷമിക്കണേ. എന്താ പ്രജിതാമ്മ ഇതൊക്കെ? ഇതിന് നന്ദി ക്ഷമയൊക്കെ ചോദിക്കുന്നത് എന്തിനാ? ഇതൊക്കെ ഞങ്ങളുടെ കടമയല്ലേ. കരുണാലയത്തിൽ ഇത്രയും പേരെ താമസിപ്പിക്കാനുള്ള ഇടമില്ലാത്തതുകൊണ്ടാണ് 6 പേരെ മാത്രം കൊണ്ടുപോകുന്നത്. ഇല്ലായിരുന്നെങ്കിൽ ഞാൻ എല്ലാവരെയും കൊണ്ടുപോയാനായിരുന്നു. പേടിക്കണ്ട പ്രജിതാമ്മേ, എല്ലാത്തിനും കർത്താവ് ഒരു വഴി കാണിച്ചു തരും എന്നും പറഞ്ഞുകൊണ്ട് പ്രജിതാമ്മയ്ക്ക് വാക്ക് കൊടുക്കുക. ഈ സമയം മോളെ അലീനെ, ആനി അവരെയൊക്കെ വിളിച്ചുകൊണ്ട് വാ. ശരി മമ്മി എന്നും പറഞ്ഞുകൊണ്ട് അവരെ വിളിക്കാനായിട്ട് അലീനയും ആനിയും കൂടെ അങ്ങോട്ട് ചെല്ലുക. അപ്പോൾ ആനി എല്ലാ ബാഗും തുണിയൊക്കെ എടുത്ത് വെക്കുക. അപ്പോൾ ഒരു അപ്പൂപ്പനോട് അലീന, മുത്തശ്ശ അവിടെ ചെന്ന് മരുന്നൊക്കെ കൃത്യമായിട്ട് കഴിക്കണം കേട്ടോ. വേണ്ട മോളെ, എന്തിനാ മരുന്ന് കഴിക്കുന്നേ? അവിടെ ചെല്ലുന്നതിന് മുമ്പ് അങ്ങ് മരിച്ചു പോയാൽ മതിയായിരുന്നു. എന്താ മുത്തശ്ശ ഇത്? ആരോഗ്യം നോക്കണ്ടേ? ഇങ്ങനെയൊക്കെയാണോ പറയുന്നേ? ഇല്ല മോളെ, അവിടെ ചെന്ന് കഴിയുമ്പോൾ നിങ്ങളെപ്പോലെയുള്ള നല്ലവരെയൊക്കെ കാണാൻ പറ്റുമെന്ന് അറിയില്ല. മമ്മിയെപ്പോലെ നിങ്ങളെപ്പോലെയുള്ള ആൾക്കാരൊക്കെ കാണാൻ കിട്ടില്ല. എന്നാൽ ഇവിടെ ഞങ്ങൾക്ക് സ്വർഗമായിരുന്നു. അവിടെ എങ്ങനെയാണെന്ന് അറിയില്ലല്ലോ മോളെ. മുത്തശ്ശ, അവിടെയും ഉണ്ടാവും നല്ലവർ. മുത്തശ്ശൻ എന്തിനാ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത്? കരുണാലയം, സ്നേഹനികേതനം ഇങ്ങനെയുള്ള അനാഥാലയങ്ങളിലെ നല്ല മനുഷ്യരെ കാണാൻ കഴിയും. പിന്നെ പുറത്തും ഉണ്ടാവും 100 പേരിൽ ഒരു 1-2 പേരൊക്കെ. അവരൊക്കെ നല്ലവർ തന്നെയാണ് മുത്തശ്ശ. അതുകൊണ്ട് നമ്മൾ പോകുന്നിടത്തൊക്കെ നല്ലവരുണ്ടാവും. മുത്തശ്ശൻ സമാധാനമായിട്ടിരിക്കുക, ധൈര്യമായിട്ട് ചെല്ല് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അലീന പറയുക. അത് കേട്ടതും നമ്മുടെ മുത്തശ്ശന് ഭയങ്കര സങ്കടം വരിക. മുത്തശ്ശനാണെങ്കിൽ പൊട്ടിക്കരയുക. എന്നാലും പ്രജിതാമ്മയ്ക്ക് എന്തിനാ ഇങ്ങനൊരു രോഗം ദൈവം കൊടുത്തത്? അതുകൊണ്ടല്ലേ പ്രജിതാമ്മ ഞങ്ങളെയൊക്കെ വേറെ സ്ഥലത്താക്കുന്നേ. എന്ത് ചെയ്യാനാ മുത്തശ്ശ? വിധിയെ തടുക്കാൻ ആർക്കും കഴിയില്ലല്ലോ എന്നും പറഞ്ഞുകൊണ്ട് അവരങ്ങോട്ട് നടന്നു പോവുക. അപ്പോൾ വെളിയിൽ എല്ലാവരും നിൽക്കുന്നുണ്ട്. ഈ സമയം ഒരു അന്തേവാസി വന്നിട്ട് കരയുക. അപ്പോൾ പ്രജിതാമ്മ ചോദിക്കുക, എന്താ നിങ്ങളൊക്കെ എന്തിനാ ഇങ്ങനെ കരയണേ? ഇതിനേക്കാളും നല്ല സന്തോഷമുള്ളൊരു സ്ഥലത്തേക്കല്ലേ നിങ്ങളൊക്കെ പോകുന്നേ, പിന്നെ എന്തിനാ വിഷമിക്കുന്നേ? അപ്പോൾ ഒരമ്മ മുന്നോട്ട് വന്നിട്ട് പ്രജിതാമ്മയുടെ മുൻപിൽ കൈകൂപ്പി, അറിഞ്ഞോ അറിയാതെയോ എന്തെങ്കിലും തെറ്റ് ഞങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞങ്ങളോട് ക്ഷമിക്കണേ എന്നും പറഞ്ഞുകൊണ്ട് പ്രജിതാമ്മ അവരെ കെട്ടിപ്പിടിച്ചു. നിങ്ങൾ എന്നോട് ഒരു തെറ്റും ചെയ്തിട്ടില്ല. എനിക്ക് വേറെ വഴിയില്ലാത്തതുകൊണ്ടാണ് നിങ്ങളെയൊക്കെ ഞാൻ പറഞ്ഞു വിടുന്നേ. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളെ എന്നോടൊപ്പം നിർത്തിയാനായിരുന്നു എന്നും പറഞ്ഞിട്ട് എല്ലാവരെയും കെട്ടിപ്പിടിച്ച് പ്രജിതാമ്മ കരയുക. പ്രജിതാമ്മയുടെ കൂടെ നിന്ന് അവരും അങ്ങനെ 2 മുത്തശ്ശന്മാരുടെ അടുത്തേക്ക് ചെന്നു. എന്നും സന്തോഷമായിട്ടിരിക്കണം. ഇവിടെ ഇരുന്നത് പോലെ തന്നെ ഇപ്പം പോകുന്നിടത്തും സന്തോഷത്തോടെ ഇരിക്കണം. ഇനി നിങ്ങളിവിടെ നിൽക്കണ്ട, പൊയ്ക്കോ എന്നും പറഞ്ഞ് ഇടറുന്ന ശബ്ദത്തോടെ പ്രജിതാമ്മ അവരെ യാത്ര അയച്ചു. വണ്ടി കയറി അവരൊക്കെ പോയി. അലീനയും ആനയും പൊട്ടിക്കരഞ്ഞു. മമ്മി, ഇനി നമുക്ക് അവരെ കാണാൻ പറ്റുമോ? ഇല്ല മോളെ, ഇനി അവരെ നമുക്ക് കാണാൻ കഴിയില്ല. എങ്ങനെയാ മമ്മി? നമ്മളില്ലാതെ അവർക്ക് പറ്റുമോ മമ്മി? അവരില്ലാതെ നമുക്ക് പറ്റുമോ മമ്മി? പറ്റില്ല തന്നെയാണ്, അതാണ് സത്യം. പക്ഷെ എന്ത് ചെയ്യാനാ? ദൈവം വിധിച്ചതത്രയല്ലേ. മമ്മിക്ക് ആയുസില്ല. അവരെ നോക്കിക്കൊണ്ട് മുന്നോട്ട് നടത്താനുള്ള ആരോഗ്യമില്ല. അവരെയൊക്കെ നോക്കി എന്ത് ചെയ്യണമെന്നറിയില്ല. അതുകൊണ്ടാണ് മോളെ മമ്മി ഇങ്ങനെയൊക്കെ ചെയ്തത്. മക്കളെ, നിങ്ങളെയൊക്കെ ഒരു കരയ്ക്ക് എത്തിച്ചാൽ സമാധാനത്തോടെ മമ്മിക്ക് പോകാം എന്നും പറഞ്ഞുകൊണ്ട് മമ്മി കരയുക. ഈ സമയം അവരൊക്കെ അകത്തേക്ക് പോയി. ഇതേ സമയം മനുവിനെയും മേനോനെയാണ് കാണിക്കുന്നത്. മുത്തശ്ശന് ഉറപ്പുണ്ടോ ഇത് തന്നെയാണോ സ്ഥലം? ഇതത്ര പെട്ടെന്ന് മറക്കുന്ന സ്ഥലമൊന്നും അല്ല മോനെ. അതുകൊണ്ട് നല്ല ഉറപ്പുണ്ട്, സ്ഥലം ഇത് തന്നെയാ എന്നും പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ ഇരിക്കുക. അങ്ങനെ ഒരു റെയിൽവേ ക്രോസൊക്കെ കടന്ന് അവർ അവിടെ എത്തുകയാണ്. ആ മനോഹരമായ സ്ഥലം കണ്ട് മനുവിന് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഈ സ്ഥലം കൊള്ളാലോ മുത്തശ്ശ, ബ്യൂട്ടിഫുൾ എന്നും പറഞ്ഞുകൊണ്ട് മനു കാറിൽ നിന്ന് ഇറങ്ങി. ഇതുപോലൊരു അന്തരീക്ഷം ഇതൊന്ന് വേറെയാ. എനിക്കിവിടെ ഭയങ്കര ഇഷ്ടമായി മുത്തശ്ശ എന്നും പറഞ്ഞുകൊണ്ട് മനു അവിടേക്ക് ഇങ്ങനെ ആസ്വദിക്കുക. എന്നിട്ട് 2 പേരും മുന്നിൽ നിൽക്കുമ്പോൾ പ്രജിതാമ്മയ്ക്ക് ഭയങ്കര സന്തോഷമായി. ഒട്ടും പ്രതീക്ഷിക്കാതെയാണല്ലോ മേനോൻ സാർ എത്തിയത്. അപ്പോൾ പ്രജിതാമ്മ കൈകൂപ്പി അവരോട് പറയുക, അകത്തേക്ക് വരിക, ഇങ്ങോട്ട് വരുമെന്ന് ഒന്ന് വിളിച്ചു പോലും പറഞ്ഞില്ലല്ലോ, ഒരു മുന്നറിയിപ്പ് പോലും തന്നില്ലല്ലോ. അത് പിന്നെ എല്ലാം പെട്ടെന്നായിരുന്നമ്മേ. മുത്തശ്ശൻ പെട്ടെന്ന് തീരുമാനിച്ചതാ ഇങ്ങോട്ട് വരാമെന്ന്. പിന്നെ ഞങ്ങളിവിടെ വന്ന കാര്യം വീട്ടിൽ പോലും ആരോടും പറഞ്ഞിട്ടില്ല എന്നും പറയാ. വരൂ അകത്തിരിക്കാം. ഞാനിവിടുത്തെ അന്തേവാസികളെയൊക്കെ ഒഴിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അസുഖമുണ്ടേ, ദൈവം വളരെ കുറച്ച് ആയുസ് തന്നുള്ളൂ. എല്ലാവരെയും പറഞ്ഞു വിടുന്നതിൽ വിഷമമുണ്ട്. പിന്നെ എന്ത് ചെയ്യാനാ, ഞാൻ മരിക്കുന്നതിന് മുമ്പ് എന്നെ വിശ്വസിച്ച് വന്നവരെയൊക്കെ ഒരു കരയ്ക്ക് എത്തിക്കണ്ടേ. അതിനു വേണ്ടിയാ ഇത്രയും ക്ഷമിച്ചത്. എല്ലാവരെയും പറഞ്ഞു വിട്ടു. ഇനിയൊരു 6 പേരുണ്ട്, എല്ലാം കിടപ്പ് രോഗികളാണ്. അവരും കൂടെ പോയി കഴിഞ്ഞാൽ
കുഴപ്പമില്ല, ഓരോരുത്തരെ ഏറ്റെടുക്കാനായിട്ട് കോട്ടയം, പാല, കൊല്ലം എന്ന സ്ഥലത്തു നിന്നൊക്കെ ആൾക്കാർ വരുന്നുണ്ട്. എല്ലാവരെയും കൊണ്ടുപോയി കിടപ്പ് രോഗികളെ കൊണ്ടുപോകാൻ മാത്രം ആരുമില്ല, അവരെ നോക്കണമല്ലോ, അത് വലിയ കഷ്ടമല്ലേ എന്നൊക്കെ പറയണം. ഈ സമയം നമ്മുടെ മനുവും മുത്തശ്ശനും അകത്തേക്ക് ചെല്ലുക. അകത്തുനിന്ന് എവിടെ ഇരിക്കട്ടോ, ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം. ഞാനൊന്ന് അകത്തൊക്കെ പോയി കണ്ടേച്ചു വരാം. മുത്തശ്ശൻ ഞാനും കൂടെ വരട്ടെ? ഏയ് വേണ്ട മോനെ, നീ ഇവിടെ ഇരുന്നാൽ മതി എന്നും പറഞ്ഞ് മനുവിനെ അവിടെ ഇരുത്തിയിട്ട് മുത്തശ്ശൻ നമ്മുടെ പ്രജിതാമ്മയോടൊപ്പം അകത്തേക്ക് പോവുക. ഈ സമയം അലീനയാണെങ്കിൽ എല്ലാവർക്കും ട്രീറ്റ്മെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. മുതുക് പൊട്ടിപ്പഴുത്ത് ഒരപ്പൂപ്പൻ്റെ മുതുകത്ത് മരുന്നൊക്കെ വെച്ച് കൊടുത്ത് കെട്ടി ആ അപ്പൂപ്പനെ ആശ്വസിപ്പിക്കുക. പേടിക്കണ്ട കേട്ടോ, വേദന ഇല്ലാതെ കിടന്നുറങ്ങാൻ വേണ്ടിയാ ഈ മരുന്ന് വെച്ച് തരുന്നേട്ടോ, വേദനിക്കാതെ കിടന്നുറങ്ങാം കേട്ടോ എന്നൊക്കെ പറയാ. ശരി മോളെ, ഞങ്ങൾ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ മോൾക്കും ഇത്തിരി ആശ്വാസമൊക്കെ ആവുമല്ലേ? എന്താ മുത്തശ്ശ ഇത്, ഇങ്ങനെയൊന്നും പറയണ്ട, ഞങ്ങൾക്കതൊന്നും ആശ്വാസമല്ല. നിങ്ങളെ നോക്കുന്നതും പരിചരിക്കുന്നതും ഒക്കെ ദൈവം ഞങ്ങൾക്ക് തന്ന ഒരു 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 നന്മയാണെന്ന് ഞങ്ങൾ കരുതുന്നുള്ളൂ. ഞങ്ങളിത് ചെയ്യുമ്പോൾ ദൈവത്തിൻ്റെ അടുത്ത് ഞങ്ങൾക്ക് ഒരുപാട് ഇടം ബാക്കിയുണ്ടാവുമെന്ന് ഞങ്ങൾക്ക് അറിയാം മുത്തശ്ശ, അതുകൊണ്ടാണ് ഇതൊക്കെ ചെയ്തു തരുന്നത്. അത് ഞങ്ങൾക്കൊരു ഭാരമല്ല, സന്തോഷമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അലീന അവിടെ അടുത്ത ആളുടെ അടുത്തേക്ക് പോവുക. മോളെ, ഞങ്ങൾ ഇവിടുന്ന് പോയാൽ മോൾക്ക് സങ്കടമാവില്ലേ? പിന്നെ അല്ലാതെ നിങ്ങൾ ഇവിടുന്ന് പോയാൽ എനിക്ക് സങ്കടമാവുമെന്നുള്ള പിന്നെ സത്യമല്ലേ? അങ്ങനെയുള്ളപ്പോൾ നിങ്ങളൊക്കെ ഇവിടെ ഉള്ളത് ഞങ്ങളുടെ സന്തോഷം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കാലിൽ ഡ്രസ്സ് ചെയ്യാൻ തുടങ്ങുക. അപ്പോഴേക്കും മേനോൻ സാറിനെയും കൂട്ടി പ്രജിതാമ്മ അങ്ങോട്ട് വരിക. ദേ നോക്ക്, അതാ മോള്, അതാ അലീന മോള്. അത് കേട്ടത് മുത്തശ്ശൻ ഇങ്ങനെ നോക്കുക. ഈ സമയം അലീന മോളെ അടുത്ത് കാണണ്ടേ? ഉവ്വ കാണണം, ഞാൻ പ്രെയർ റൂമിലിരിക്കാം. ഇവിടെ ഇരുന്നോ, ഞാൻ പോയി മോളോട് പറയാം എന്നും പറഞ്ഞുകൊണ്ട് പ്രജിതാമ്മ അങ്ങോട്ട് ചെല്ലുക. അലീന മോളെ, എന്താ മമ്മി? മോളെ കാണാൻ ഒരാൾ വന്നിട്ടുണ്ട്. ആരാ മമ്മി? അതൊക്കെ പറയാം, പ്രെയർ റൂമിലേക്ക് വാ, അവിടെയുണ്ട്. ശരി മമ്മി എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ അലീന അങ്ങോട്ട് ചെല്ലുക. അപ്പോഴേക്കും അവിടെ നിൽക്കുന്ന മുത്തശ്ശൻ അലീനയെ കണ്ട് ഞെട്ടി. അതെ, ഒരിക്കലും മറക്കാൻ പറ്റാത്ത നിഷ്കളങ്കമായ അലീനയുടെ മുഖം കണ്ട് മുത്തശ്ശൻ്റെ കണ്ണ് അറിയാതെ നിറഞ്ഞു. അതെ, അവർ തമ്മിൽ വലിയ ബന്ധമുണ്ട്. ആ ബന്ധം മറച്ചു പിടിക്കാനാണ് നമ്മുടെ പ്രജിതാമ്മയും മുത്തശ്ശനും ശ്രമിക്കുന്നത്. അപ്പോൾ അലീന ഒന്നും അറിയാതെ മമ്മിയുടെ മുഖത്തേക്ക് നോക്കി. ആരാ മമ്മി ഇത് എന്നും ചോദിച്ചു. ഇദ്ദേഹം പാലയിലുള്ള ഒരു വലിയ തറവാട്ടുകാരനാണ് മോളെ, ഇദ്ദേഹം മോളെ കാണാൻ വന്നതാ. അത് കേട്ടതും അലീന മുത്തശ്ശൻ്റെ കാലുകളിലേക്ക് വീണ് അനുഗ്രഹം വാങ്ങി. മുത്തശ്ശൻ നമ്മുടെ അലീനയെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. എന്നിട്ട് നിറകണ്ണുകളോടെ അലീനയുടെ കണ്ണുകളിലേക്ക് നോക്കി. അതിനുശേഷം അലീനയുടെ തലയിൽ തൊട്ട് അനുഗ്രഹിച്ചു. നന്നായി വരും മോളെ എന്ന് പറഞ്ഞു. അപ്പോൾ അലീന കൈകൂപ്പി മുത്തശ്ശനോടും നന്ദി പറയുക. ഈ സമയം നമ്മുടെ പ്രജിതാമ്മ, കണ്ടോ, ഇവളാ ഞങ്ങളുടെ അലീന മോള്, മിടുക്കിയ, എല്ലാ കിടപ്പ് രോഗികളെയും ഓടി നടന്ന് നോക്കും, പരിചരിക്കും, അറപ്പും വെറുപ്പും ഇല്ലാതെ ഒരു പരാതിയും പറയാതെ നോക്കും. ഇവിടെയുള്ള അന്ത്യവാസികളെ മുഴുവനും ഈ മോളാ നോക്കുന്നത്. പിന്നെ ഒരു മോളും കൂടി ഉണ്ട്, ആനി. 2 പേരും കൂടെ ചേർന്ന നോക്കുന്നത്. എനിക്ക് ഒരു കുറവും ഇവരുണ്ടാക്കിയിട്ടില്ല. ഇവർ വന്നു കയറിയപ്പോൾ മുതൽ ഞങ്ങൾക്ക് ഭാഗ്യം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ, ഭാഗ്യം മാത്രം. എല്ലാവരും ഞങ്ങളുടെ മോളെ ഒരുപാട് ഇഷ്ടപ്പെടുന്നവരാ. പിന്നെ എന്ത് ചെയ്യാനാ, എൻ്റെ അസുഖം കാരണം എല്ലാവരെയും പറഞ്ഞു വിടേണ്ടി വന്നു മോളെ. ഒരുപാട് ദൂരത്ത് നിന്ന് ക്ഷീണിച്ച് വന്നതാ. ഒരാൾ വെളിയിൽ ഇരിപ്പുണ്ട് ഹോളിൽ. ഒരു കാര്യം ചെയ്യും, മോള് കുടിക്കാൻ എന്തെങ്കിലും എടുക്ക്. അത് കേട്ടതും അലീന ശരി മമ്മി എന്നും പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് പോവുക. ഈ സമയം നമ്മുടെ മുത്തശ്ശനോട് മമ്മി ചോദിക്കുക, എങ്ങനെയുണ്ട് സാറേ, മോളെ ഇഷ്ടപ്പെട്ടോ? അത് കേട്ടതും പിന്നെ ഇഷ്ടപ്പെടാതിരിക്കോ? എനിക്ക് എന്ത് പറയണമെന്നറിയില്ല, എന്ത് ചെയ്യണമെന്നറിയില്ല. വർഷങ്ങൾക്ക് മുമ്പ് നടന്ന കാര്യങ്ങളൊക്കെ ആലോചിക്കുമ്പോൾ ഹൃദയം പടപടാന്നിടിക്കുക. എന്താ സംഭവമെന്ന് പോലും ആരും അറിയരുത്, ആരോടും പറയരുത്. നിങ്ങളെ വിശ്വസിച്ച ഞാൻ അലീനയെ ഇവിടെ കൊണ്ടുവന്ന് വിട്ടത് എനിക്കറിയാം. അതുകൊണ്ടല്ലേ അവൾക്ക് അലീന എന്നൊരു പേര് നൽകി ഞാൻ ഇവിടെ തന്നെ അവളെ നിർത്തിയത്, അവളുടെ മമ്മിയായി അവളുടെ കൂടെ ഞാൻ ഉണ്ടായിരുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക. അത് കേട്ടതും മേനോൻ സാർ ഇങ്ങനെ ആകെ ടെൻഷൻ അടിച്ചിരിക്കണം. ദൈവമേ, അലീന മോളുടെ കാര്യത്തിലൊരു തീരുമാനം ഉണ്ടാക്കണം, മറ്റൊരിടത്തേക്ക് അവളെ വിടാതെ കൂടെ കൂട്ടിക്കൊണ്ട് പോകണം എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ മുത്തശ്ശൻ ഇങ്ങനെ നിൽക്കുവാണ്. ഈ സമയം അലീനയാണെങ്കിൽ കുടിക്കാനുള്ള കൂൾ ഡ്രിങ്ക്സുമായിട്ട് അടുക്കളയിൽ നിന്നും വരിക. അപ്പോഴേക്കും മനു അവിടെയൊക്കെ ചുറ്റിക്കറങ്ങി കാണുക. എന്തായാലും എക്സലൻ്റായ സ്ഥലം, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. സ്നേഹനികേതനം, നല്ല രസമുണ്ട്, സ്നേഹമുള്ള ആൾക്കാരാന്ന് തോന്നുന്നു ഇവിടെ മുഴുവനും എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് മനു നിൽക്കുമ്പോൾ സാർ എന്നും വിളിച്ചുകൊണ്ട് അലീന
അത് കേട്ടതും മനു തിരിഞ്ഞു നോക്കി. അലീനയെ കണ്ടതും എവിടെയോ ഒരു മുൻപരിചയം എന്ന് പറഞ്ഞതുപോലെ മനു അതിശയത്തോടെ നോക്കുകയാണ്. അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ.